നമ്മൾ മൊബൈൽ ഫോണിനെ മനസ്സിലാക്കുന്നതിന് കഴിഞ്ഞുമൊക്കെ വളരെ വേഗത്തിൽ കുട്ടികൾ ഇത്തരം ഉപകരണങ്ങളെ മനസ്സിലാക്കും. ഇതൊരു ടൂളാണ്. മൊബൈൽ വല്ലാത്ത അഡിക്ഷൻ ഉണ്ടാക്കും. ടെലിവിഷൻ മാതിരിയല്ല, ടെലിവിഷൻ അത്രത്തോളം അഡിക്ഷൻ ഉണ്ടാക്കില്ല. മൊബൈൽ വല്ലാത്ത അഡിക്ഷൻ ഉണ്ട്. 1.5 വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ തന്നെ ഉറക്കത്തിൽ ഇങ്ങനെ മൊബൈലിൽ തോണ്ടുന്ന ആക്ഷൻസ് കാണിക്കുമായിരുന്നു അത്രയും. ഈ 7 വയസ്സുള്ള കുട്ടി അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്ത് ഈ 40,000 രൂപ ടോയ് ഓർഡർ ചെയ്യുകയും ആ സാധനം വീട്ടിലെത്തുകയും ചെയ്യും. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അവരിപ്പം അനുവർത്തിച്ച് വരുന്ന ഒരു റെമഡി എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഉപയോഗത്തിന് ഒരു സമയം നിശ്ചയിക്കുന്നു. സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. സമീക്ഷ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഈ ദിവസങ്ങളിലൊക്കെ മിക്കവാറും എല്ലാ ന്യൂസ് പേപ്പറുകളിലും വന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതും കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ്. കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത, എറണാകുളത്ത് 15 വയസ്സുള്ള ഒരു കുട്ടി, സ്കൂളിൽ പോകുന്ന പയ്യനാണ്, നല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ച്, ഇപ്പോഴത്തെ ഗെയിമുകളുടെ പേരൊന്നും അറിയത്തില്ല, രണ്ട് ചാത്തൻ ഗെയിമോ എന്തോ ഗെയിം കളിച്ച് അവസാനം അവൻ ആത്മഹത്യ ചെയ്തു. സ്വന്തം മുറിയുടെ ഉള്ളിൽ അമ്മയുടെ മൊബൈൽ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. സ്വന്തം മുറിയുടെ ഉള്ളിൽ അവന് സ്വന്തമായിട്ട് മുറിയൊക്കെ ഉണ്ട്. അതിനകത്ത് ആത്മഹത്യ ചെയ്യുന്ന നിലയിൽ കാണപ്പെട്ടു. വേറൊന്നും കണ്ട് അതിനേക്കാൾ രസമുള്ള ന്യൂസാണ്, ഒരു സ്കൂളിൽ 4 കുട്ടികൾ അബോധാവസ്ഥയിൽ കാണപ്പെടുകയും അത് മൊബൈലിൽ ഹിപ്നോട്ടിസം പരീക്ഷിച്ചതാണ് എന്ന് സംശയിച്ച് അധ്യാപകർ വേഗമെടുത്ത് ആശുപത്രി കൊണ്ടുപോവുകയും ഭാഗ്യവശാൽ ആശുപത്രിയിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ കുട്ടികൾക്ക് ബോധം തെളിഞ്ഞു. അപ്പോൾ ഹിപ്നോട്ടിസിൻ്റെ ഭാഗമായിട്ട് ബോധം നഷ്ടപ്പെട്ടാൽ ബോധം തെളിയാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഹിപ്നോട്ടിസം വിദഗ്ധരുടെ നോട്ടോടൊക്കെ കൂടിയാണ് അന്നത്തെ പത്രത്തോടെ വന്നത്. പക്ഷേ അടുത്ത ദിവസം പത്രത്തിൽ കണ്ടു അത് ഹിപ്നോട്ടിസം ആയിരുന്നില്ല, ചോക്ക് ഗെയിം എന്ന് പറയുന്ന ഒരു ഗെയിമാണ് അത്ര. എന്ന് പറഞ്ഞാൽ കഴുത്തിലുള്ള ഏതോ ഒരു ഞരമ്പ് തലച്ചോറിലേക്ക് രക്തപ്രവാഹം നിയന്ത്രിക്കുന്ന ഒരു ഞരമ്പിനെ ഞെക്കിപ്പിടിക്കും. അങ്ങനെ ഞെക്കിപ്പിടിച്ചാലുണ്ടാവുന്ന ഇഫക്റ്റ് പരിശോധിച്ചിട്ട് തലച്ചോറിന് ശ്വാസം കിട്ടാതെയാണ് ഈ 4 കുട്ടികൾ ബോധരഹിതരായത്. ഈ 4 കുട്ടികളെ ആശുപത്രി കൊണ്ടുപോയി അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ അധ്യാപകർ കണ്ടത് 5ാമതൊരു കുട്ടി, അതും പെൺകുട്ടി, ബോധരഹിതയായി കിടക്കുന്നതാണ്. കുട്ടികളുടെ ഇടയിൽ മൊബൈൽ ഫോൺ ഉപയോഗം എന്നുള്ളത് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇത് മിക്കവാറും പാരൻസ് ഇതിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടിലും സങ്കടത്തിലുമാണ്. ഞാനും പലപ്പോഴും സ്കൂളുകളിലൊക്കെ പാരൻസിന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പാരൻസിൻ്റെ ഇടയിൽ നിന്നുള്ള ഒരു പ്രധാന ചോദ്യം എങ്ങനെയാണ് കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മൊബൈൽ ഫോണിനെ മനസ്സിലാക്കുന്നതിന് കഴിഞ്ഞുമൊക്കെ വളരെ വേഗത്തിൽ കുട്ടികൾ ഇത്തരം ഉപകരണങ്ങളെ മനസ്സിലാക്കും. ഇതൊരു ടൂളാണ്. നമുക്കതിനെ നിയന്ത്രിക്കാനോ ഒഴിവാക്കാനോ ആവാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോൾ കുട്ടികളുടെ കയ്യിലെത്താത്ത രീതിയിൽ മൊബൈൽ വെക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് മൊബൈൽ കിട്ടരുത്, ഇത്തരം വാദഗതികളോ അല്ലെങ്കിൽ ഇത്തരം നിർദ്ദേശങ്ങളോ പ്രായോഗികമല്ല എന്നുള്ളതാണ് കാര്യം. കാരണം വീട്ടിൽ എല്ലാവർക്കും മൊബൈലുണ്ട്. അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും എല്ലാവർക്കും പേഴ്സണൽ മൊബൈലുണ്ട്. എല്ലാവരുടെയും പേഴ്സണൽ മൊബൈൽ ടച്ച് സ്ക്രീൻ മൊബൈലുകളാണ്, സ്മാർട്ട് മൊബൈലുകളാണ്. എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ആ കുട്ടികൾക്ക് സ്മാർട്ട് മൊബൈലുകൾ അവൈലബിളാണ്. ഇതിൽ എൻ്റെ വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ള ആളുകൾ, അമ്മമാരായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ പറയും അവർ കുട്ടികളെ ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഗ്രാൻഡ് പാരൻസ് കുട്ടികൾക്ക് ഭയങ്കര എനർജിയാണ്. അവർ ഭയങ്കരമായിട്ട് ഓടിക്കളിക്കുകയും ചാടി കളിക്കുകയൊക്കെ ചെയ്യും. ഗ്രാൻഡ് പാരൻസിൻ്റെ എനർജി കുട്ടികളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യൂല. കുട്ടികളുടെ പുറകെ ഓടാൻ ഗ്രാൻഡ് പാരൻസിനെ കൊണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം കുട്ടികളെ കൈകാര്യം ചെയ്യാനുള്ള കുറച്ചും കൂടി എളുപ്പ വഴി എന്ന നിലയിൽ പലപ്പോഴും ഗ്രാൻഡ് പാരൻസ് തന്നെ കുട്ടികൾക്ക് മൊബൈൽ എടുത്ത് കൊടുക്കും, അതിൽ കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അവരതിൻ്റെ അപകടത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടോ ഒന്നും അല്ല ഇത് ചെയ്യുന്നത്. മൊബൈൽ വല്ലാത്ത അഡിക്ഷൻ ഉണ്ടാക്കും. ടെലിവിഷൻ മാതിരിയല്ല, ടെലിവിഷൻ അത്രത്തോളം അഡിക്ഷൻ ഉണ്ടാക്കില്ല. മൊബൈൽ വല്ലാത്ത അഡിക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ കുട്ടികൾ ഈ മൊബൈൽ ഫോൺ, ഇപ്പോൾ എൻ്റെ ഒരു വിദ്യാർത്ഥി പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, ആ കുട്ടിയുടെ കുഞ്ഞ് 1.5 വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ തന്നെ ഉറക്കത്തിൽ ഇങ്ങനെ മൊബൈലിൽ തോണ്ടുന്ന ആക്ഷൻസ് കാണിക്കുമായിരുന്നു അത്രയും. പിന്നീട് ഏകദേശം 1 മാസത്തോളം ആ കുട്ടിയുടെ മൊബൈലും ടെലിവിഷനും കാണാതെ അടച്ചിട്ടതിന് ശേഷമാണ് അത് സംസ്ഥാനത്തിന് പുറത്ത് കൊണ്ടുപോയിട്ട് ആ കുട്ടി അതിൽ നിന്ന് റിക്കവറായത്. അപ്പോൾ കുട്ടികൾ വല്ലാത്ത അഡിക്ഷൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല. ഞാൻ പറയാൻ വന്നത് ഈ കുട്ടികൾ, കുറച്ചും കൂടെ മുതിർന്ന കുട്ടികൾ ഇത് ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ ഈ സംഗതി ഉണ്ട്. നമുക്കിത് ഒഴിവാക്കാനാവുന്ന ഒരു സാധനമല്ല, അതൊരു ടൂളാണ്, ഒരു ഉപകരണമാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടായേ പറ്റും. കുട്ടികൾ ഇതിലൂടെ കടന്നു പോകുന്നത് എതിരെ കൂടിയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. കുട്ടികൾ മറ്റുള്ളവരുമായിട്ട് അറിയാത്ത മനുഷ്യരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ആളുകളുണ്ട്. ഇതുപോലത്തെ ഗെയിമുകളിൽ കളിച്ച് അപകടത്തിൽപ്പെടുന്നവരുണ്ട്.
വേറെ ഒരു രസകരമായ കാര്യം കേട്ടത് എൻ്റെ അടുത്ത ഒരു ബന്ധുവിൻ്റെ കുട്ടി 7 വയസ്സുള്ളവൻ, അവൻ ഇങ്ങനെ ആമസോണിൽ തപ്പി ഒരു ടോയ് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ടോയ് അവനെ വാങ്ങിക്കൊടുക്കണം. അപ്പോൾ ആ ടോയ് നോക്കുമ്പോൾ അതിന് 40,000 രൂപ വിലയുണ്ട്. അപ്പോൾ ആ ടോയ് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല എന്ന് പാരൻസ് പറഞ്ഞു. അവനത് കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കി അവൻ അത് സമ്മതിച്ചു. പക്ഷേ പാരൻസ് അറിയാതെ ഈ 7 വയസ്സുള്ള കുട്ടി അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്ത് ഈ 40,000 രൂപ ടോയ് ഓർഡർ ചെയ്യുകയും ആ സാധനം വീട്ടിലെത്തുകയും ചെയ്തു. അപ്പോൾ എത്ര പെട്ടെന്നാണ് കുട്ടികൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് എന്നാണ് ഒന്നാമത് നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നമ്മളൊക്കെ ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു മൊബൈൽ ഫോണിലൂടെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കാൻ ദിവസങ്ങളോടെടുക്കുന്നു. പലരും ഇത് നമ്മളെ കൊണ്ടാവില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ശ്രമത്തിൽ പോലും ഏർപ്പെടാതിരിക്കുന്നു. അപ്പോഴാണ് ഈ ചെറിയ കുട്ടി 7 വയസ്സുള്ള കുട്ടി, വലിയ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കുട്ടിയൊന്നുമല്ല, സാധാരണ കുട്ടിയാണ്. ആ കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്ത് ആമസോണിലൂടെ ഈ 40,000 രൂപ ടോയ് വാങ്ങിയത്. അപ്പോൾ കുട്ടികൾ എത്ര വേഗം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കും. മൊബൈലിനകത്തുള്ള ഗെയിമുകളോ ഇത്തരം കാര്യങ്ങളോ ഒക്കെ നമ്മൾ മൊബൈൽ എടുത്ത് കുട്ടിയുടെ കൈ കൊടുക്കുമ്പോൾ മനസ്സിലാക്കണം, അവർക്കത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്കാണ് ഇതൊന്നും അറിയാത്തത്. അവരത് വളരെ വേഗം കണ്ടുപിടിക്കുകയും അതിനകത്തുള്ള എല്ലാ പരീക്ഷണങ്ങളിലും ഏർപ്പെടുകയും അത്തരം അപകടങ്ങളിലേക്ക് ചെന്നുപെടുകയും ചെയ്യും. അപ്പോൾ ഇതിനുള്ള റെമഡി എന്താണ് എന്നുള്ളതാണ് പ്രധാന വിഷയം. ഇതെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് എല്ലായിടത്തും വിഷയമാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അവരിപ്പം അനുവർത്തിച്ച് വരുന്ന ഒരു റെമഡി എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഉപയോഗത്തിന് ഒരു സമയം നിശ്ചയിക്കുന്നു. അത് ഉപയോഗിക്കുന്ന ഒരിക്കലും സ്വന്തം റൂമിൽ നിന്ന് ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. അത് പബ്ലിക് പ്ലേസിൽ ഡ്രോയിങ് റൂമിൽ മാത്രം ഇരുന്ന്, എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ ഇടയ്ക്ക് ഇരുന്നുകൊണ്ട് ഉപയോഗിക്കുന്ന കാര്യമല്ല പറയുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും ഇടയ്ക്കൊന്നുമല്ല, അകലത്തിലൊക്കെ ഇരുന്ന് ഉപയോഗിക്കാം. പക്ഷേ കാഴ്ചവട്ടത്തിരുന്നിരുന്നേ ഉപയോഗിക്കാൻ അനുവദിക്കുകയുള്ളൂ. മുറിയിലിരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ മുറി തുറന്നിട്ട് മാത്രമേ അത് ഉപയോഗിക്കാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഒരു റീസണബിൾ വീട്ടിലുള്ളവരുടെ ശ്രദ്ധ പതിയുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തിരുന്ന് മാത്രം മൊബൈൽ ഉപയോഗിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, അതിനൊരു ടൈം നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ. ഇപ്പോൾ മിക്കവാറും എല്ലാ വിദേശ രാജ്യങ്ങളിലും ഇപ്പോഴുള്ള ട്രെയിനിങ് രാത്രി 8 മണിക്ക് ശേഷം ആരും മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. കുട്ടികളോട് മാത്രം പറഞ്ഞാൽ അവർ സമ്മതിക്കൊന്നുമില്ല. അപ്പോൾ വീട്ടിനകത്ത് ഒരാളും 8 മണിക്ക് ശേഷം മൊബൈൽ ഉപയോഗിക്കുന്നില്ല. അപ്പം എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ 8 മണിയാകുമ്പോഴേക്കും വീട്ടിലെ ഒരു കോമൺ പ്ലേസിൽ, യൂഷ്വലി ഡ്രോയിങ് റൂമിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരുടെ മൊബൈൽ ഫോണും അവിടെ ഒരു ടേബിളിൻ്റെ മുകളിലുണ്ടാവും. കോളുകൾ വരികയാണെങ്കിൽ ശബ്ദം കേൾക്കാം, ഒന്ന് അറ്റൻഡ് ചെയ്യാം. വേറെ ഒരു പർപ്പസിനും മൊബൈൽ ഫോൺ ഈ രാത്രി 8 മണിക്ക് ശേഷം ഉപയോഗിക്കുന്നില്ല. പിന്നീട് ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത് രാവിലെ 7 മണിക്കോ 8 മണിക്കോ മാത്രമാണ്. അതുവരെ ആ മൊബൈൽ ഫോൺ ആ കോമൺ പ്ലേസിലുണ്ടാവും. ഇതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല റെമഡിയായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ വേറൊന്ന് എനിക്ക് തോന്നിയ ഒരു സംഗതി, കുട്ടികൾക്കൊരു എൻഗേജ്മെൻറ്റ് ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വീട്ടിൽ പോയ സമയത്ത് ആ വീട്ടിൽ 3 കുട്ടികളുണ്ട്. അതിൽ മൂത്ത കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 2ാം ക്ലാസ്സിൽ അടുത്ത കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. പിന്നീട് അതിൻ്റെ താഴെയുള്ള കുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ അതിൽ മൂത്തതും 2 പെൺകുട്ടികളാണ്, പിന്നീട് ഇളയത് ആൺകുട്ടിയാണ്. അവരുടെ വീട്ടിൽ പക്ഷിയുണ്ട്, ആടുണ്ട്, അങ്ങനെ സർവ്വമൃഗങ്ങളുണ്ട്. കാർഷിക മേഖലയാണ്. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ ഡ്യൂട്ടിയുണ്ട്. ഒരാൾ പക്ഷികളുണ്ടെങ്കിൽ അതിനെ 4 വീതം വെച്ചിരിക്കുന്നു. ആ കുട്ടികൾക്ക് പക്ഷിക്ക് ഫീഡ് ചെയ്യേണ്ട ജോലി, അതിന് മരുന്ന് കൊടുക്കേണ്ട ജോലി, അതിനെ ശ്രദ്ധിക്കേണ്ട ജോലിയൊക്കെ ഒരാൾക്കുള്ളതാണ്. മുറികൾ, അവനവൻ്റെ മുറികൾ മാത്രം വൃത്തിയാക്കേണ്ട ജോലി. ഇപ്പോൾ ചെറിയ കുട്ടിക്കാണ് അവൻ്റെ കട്ടിൽ മാത്രം വൃത്തിയാക്കേണ്ട ജോലി. അങ്ങനെ കൃത്യമായ ജോലികൾ കുട്ടികളെ ഏൽപ്പിക്കുക, സോ ദാറ്റ് ദേ ആർ എൻഗേജ്ഡ്. അപ്പോൾ അവർ എൻഗേജ്ഡ് ആവുകയും അവർ ചെയ്ത ജോലിയെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യപ്പെടും. ഇപ്പോൾ എൻ്റെ പ്രായത്തിലൊക്കെ ആളുകളെ സംബന്ധിച്ച് അന്നെന്തായിരുന്നു, അന്ന് ധാരാളം വലിയ പറമ്പുകളിലാണ് ഇപ്പോൾ എല്ലാ വീട്ടിലും ധാരാളം കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഒച്ച ഉണ്ടാക്കാൻ മറ്റു വീടുകളിലെ കുട്ടികൾ വരും. അപ്പോൾ കുട്ടികൾ ഒന്നിച്ച് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ വീട്ടിലെ പശുവിനെ നോക്കേണ്ട ജോലി, ആടിനെ നോക്കേണ്ട ജോലി, ഇതിനൊക്കെ പുറത്തിറക്കേണ്ട ജോലി, പുല്ല് തീറ്റിക്കേണ്ട ജോലി, വീട്ടിലെ കാര്യങ്ങളിൽ സഹായിക്കേണ്ട ജോലി, പാലുള്ള വീടുകളിലാണ് പാല് കൊണ്ട് കടയിൽ കൊടുക്കേണ്ട ജോലി, ഇങ്ങനെ ധാരാളം ജോലികളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ മൊബൈൽ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്ന ആ സമയം മറ്റ് ജോലികളിൽ, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്ന് ചെയ്തിരുന്നത്. ഇന്നും പല പാരൻസും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൊബൈലിൽ നിന്ന് കുട്ടികളുടെ ശ്രദ്ധയെ തിരിക്കാനുള്ള ഒരു മാർഗ്ഗം, വീട്ടിലെ പല കാര്യങ്ങളിലും, ജോലികളിലും, അതുപോലെ ഈവൻ ഷോപ്പിൽ പോകുന്ന കാര്യങ്ങളിലായിക്കോട്ടെ, പല പല കാര്യങ്ങളിലും കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കുകയും ചിലത് പതിയെ കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരുന്ന സമയത്ത് പതിയെ ഇത്തരം മടിയന്മാരുടെ പ്രവൃത്തികളിൽ നിന്ന് കുട്ടികൾ രക്ഷപ്പെടും. എന്തായാലും ഇത് വളരെ ഗൗരവതരമായൊരു പ്രശ്നമാണ്. വീടുകളിലെ കുട്ടികൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ പുറത്തിറങ്ങി ഒരു ഒച്ചയിട്ടാൽ ഏതെങ്കിലും ഒരാളെ കളിക്കാൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കുട്ടികളെ പുറത്ത് ഫ്രീ ആയിട്ട് കളിക്കാൻ വിടാൻ പറ്റാത്ത സാഹചര്യം നിലവിലുള്ള സ്ഥലങ്ങളുണ്ട്. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുമോ, കുട്ടികൾ എന്തെങ്കിലും അപകടങ്ങളിൽ ചെന്ന് ചാടുമോ, ഇത്തരം ഭയമൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും നമുക്ക് കുട്ടികളെ വീട്ടിനുള്ളിൽ തന്നെ അടച്ച് സൂക്ഷിക്കേണ്ട സാഹചര്യമാണ്.
അപ്പോൾ അടച്ചു സൂക്ഷിക്കേണ്ട സാഹചര്യമായിരിക്കുന്നത് കൊണ്ട് വീട്ടിൽ ഇഷ്ടംപോലെ മൊബൈൽ ഫോണുകൾ ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഇത് ആക്സസിബിളാണ്. അപ്പോൾ അതിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിക്കാൻ എന്താണ് മാർഗം എന്നതിനെ സംബന്ധിച്ച് അവർക്ക് വീട്ടിനുള്ളിൽ ചെറിയ ചെറിയ എൻഗേജ്മെൻറ്റുകൾ, പഠനം മാത്രമല്ല, പഠനം എന്നുള്ളത് ബോറടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ജോലി, അത് കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യത്തക്ക രീതിയിൽ കുട്ടികളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളൊരു മാർഗമെന്ന് എനിക്ക് തോന്നുന്നു. സമീക്ഷ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റു ചില വിഷയങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം.